You're watching Skylark. Entertainment. Welcome to the world of fantasy as well. We have Spider-Man, Superman, Batman. മിന്നൽ മുരളി മിന്നൽ മുരളി. ഭയങ്കര എക്സൈറ്റിംഗ് ഓക്കെ. ഒരു ഹിസ്റ്റോറിക്കൽ സെറ്റിങ്ങും പഴയ രീതിയിലത്തെ ഒരു ട്രഡീഷണൽ കേരളത്തിന്റെ ഒരു കൾച്ചറും അതിൻ്റെതായ ഒരു ഇതുണ്ട്. Most romantic and guy in the city. No, but you're romantic. I will interview you. How did you meet that girl? കല്യാണം കഴിഞ്ഞു കൊച്ചിത്രയുണ്ട്. അതെന്തിനാടാ നീ ഇപ്പൊ പറഞ്ഞത്? Cool t-shirt. Such an accent അല്ലേ? ചേട്ടൻ എങ്ങനെ ഫോളോ ചെയ്യും? അപ്പോഴും നീ ശ്രദ്ധിച്ചത് അത് അമേരിക്ക. ലവ് ഈസ് എ ഫയർ എന്ന് പറയാം, അതാണോ? ആ ഫയർ അല്ല, ഒറ്റ വിചാരം. അല്ല, നീ ആയതുകൊണ്ടാണ് ഞാൻ സ്പൈഡർമാൻ കാർ, സൂപ്പർമാൻ കാർ, സൂപ്പർമാൻ എന്ന് പറഞ്ഞത് വാട്ടർ ആണല്ലോ. അമേരിക്ക പറഞ്ഞൊക്കെ കറക്റ്റ്, സൂപ്പർമാന്റെ തുണിയൊക്കെ കത്തിപ്പോവും, പിന്നെ പറക്കാൻ പറ്റില്ല. സോ ഈ ടെക്നിക്കൽ ടേംസ് ഒക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അത് എന്നെ ഉദ്ദേശിച്ചിട്ടല്ല. മരിക്കുന്നതിന് ഒരൊറ്റ കാരണമുള്ളൂ, ജനിച്ചതുകൊണ്ട്. ജനിച്ചില്ലായിരുന്നെങ്കിൽ മരിക്കില്ലായിരുന്നു. ഫഹദ് ഈസ് ലുക്ക് ലൈക്ക് മീ ഓർ നമ്മുടെ സാധാരണ ഒരു പയ്യനെ പോലെ അവൻ ലൊക്കേഷനിൽ പെർഫോം ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ആയി. അത് എനിക്ക് ഈ ചെറിയ പ്രായം തൊട്ട് എനിക്ക് ആക്ച്വലി ഒരു ഹ്യൂമൻ ബീയിങ് വേറൊരാൾ നന്നായി പെർഫോം ചെയ്യണം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ചെറിയ അസൂയ വരും. അസൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഉപദ്രവിക്കാനുള്ളതല്ല. Someone will be always with you whenever you are in trouble. ഡാഡി മമ്മി അനിയനുമാണ് അധികവും എൻ്റെ കൂടെ വരുന്നതും. എനിക്ക് ചീഫ് മിനിസ്റ്ററിനെ പരിചയമുള്ള എൻ്റെ കൂട്ടുകാരുണ്ട്, പ്രൈം മിനിസ്റ്ററിനെ പരിചയമുള്ള എൻ്റെ കൂട്ടുകാരുണ്ട്. ഇവരൊന്നും ഞാൻ കണ്ടിട്ടില്ല ഈ സമയത്ത്. നമ്മൾ ഒരു സാധനം ഉപയോഗിക്കാത്തതുകൊണ്ട് ഉപയോഗിക്കുന്നവരെ കുറ്റം പറയാൻ പാടില്ല. നിങ്ങൾ തള്ളി പറയുന്നതല്ല. ഐ സ്റ്റോപ്പ്. Hi, hello, this is Ashik. You're watching Skylark. ഞാൻ പറഞ്ഞില്ലേ? Entertainment. മാറിയില്ലേ സംസാരം പെട്ടെന്ന്? മോസ്റ്റ് റൊമാൻറ്റിക് ആൻഡ് ഗൈ ഇൻ ദ സിറ്റി. Thank you. കല്യാണം കഴിഞ്ഞു കൊച്ചിത്രയുണ്ട്. Sorry, always like this. Yeah, I know. Whenever we meet us. No, but you're romantic. Oh, thank you. പ്രേമിച്ച കല്യാണം കഴിച്ച് പ്രേമിച്ചാണോ? Oh. Yeah. അതായത് രണ്ടു കൂട്ടരും ഓടിപ്പോയി കെട്ടിക്കൊള്ള. No, it's completely an arranged പ്രശ്നമൊക്കെ marriage. ഉണ്ടായി നാട്ടില് ഭയങ്കര. Acha, I will interview you. How did you meet that girl? That was a scenario when I was riding a bicycle and she was coming with her bicycle. She was in 9th Bicycle standard. Bicycle. Bike. I had a bike and she was riding a bicycle. And we met in the road. You Yes. passed by No. each other. We are now in Protector cinema variyana June 11. We are not here to discuss our story. Okay, then we met in 2014. Is it something like it's a road movie? We say it's like a road love. Yes, you can say like that. എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴോ? Oh I think my she God. was in 9th. She was in 9th. 9th. She was in 9th when I met her. How old were you? What grade were you in? What do you think? Could you guess? I don't want to You get also it. അല്ലെങ്കിൽ Ninth? 9? your age. Same? No, not same age. വേറെ ഏജ് I'm older than or 5 years. Yes, 5 years old. 5 No, leave it. We need to discuss Protector. Okay. 14 വയസ്സ് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് നിനക്ക് 5 വയസ്സ് കൂടുതലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വയസ്സ് കൂടുതൽ. കളി പക്ഷെ അത് പ്രേമമായതുകൊണ്ട് നമ്മൾ വിട്ടിരിക്കുന്നു. Yes. ഇപ്പൊ കൊച്ചിന് എത്ര വയസ്സായി? Now we have a baby, Ivan Razi. Ivan Razi. ആൺകുട്ടി. Yes. എത്ര വയസ്സായി? 3.5 വയസ്സ്. LKG ചേർത്തു? ചേർക്കാൻ പോകുന്നു. ഏത് സ്കൂളില്? വീടിനടുത്ത്. അഡ്വാൻസ് ഒക്കെ കൊടുത്തോ? കൊടുത്തു. 8,000. എത്രയാണ് അവര് ചോദിക്കണം? 8,000 മാസം 1,000 കഴിഞ്ഞടാ.
Sir, first of all, I'm very glad to meet you. Oh yeah, same here. Yeah, because ഞാൻ ഒരുപാട് നാളായിട്ട് സാറിനെ കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ആ പെൺകുട്ടീനോട് ഇങ്ങനെയല്ലേ പറഞ്ഞേ? അല്ലല്ല, സാർ സോ സ്പെഷ്യൽ. സർ, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ചോദിക്കാനുള്ളത്, പ്രൊട്ടക്ടർ ശരിക്കും എങ്ങനെയാണ് പ്രൊട്ടക്റ്റിലേക്ക് ഒരു അട്രാക്ഷൻ വരുന്നത്? എന്താണ് ഒരു പ്രൊട്ടക്ടറിന്റെ ഒരു യുണീക്നെസ് പറയാൻ പറഞ്ഞത്? Protector would be weakness. Uniqueness. The USP of this movie is three people. One is director Manu and producer Robbins. Okay. And absolutely this romantic guy. Yes. And producer And the beautiful Diana. Diana. No, Diana. It's Diana. How it's pronounced? Diana. Diana. No, actually, you know what? Robbins and director Manu have, when you make a movie, normally you make it for commercial purpose, in the sense monetary wise and things like that. So when I have heard a couple of interviews when he was talking from yesterday to different channels, film, it should be a film where right from a child to an old man person should come and watch. So that kind of one feel or thought is not very much there nowadays. I have invested this much money, I want to make this much money. Hook or crook, whether the public is disturbed or whether the public is going to dogs, I am not bothered. I mean, वही सोच रहता है. And Manu, making a horror movie where എവിടെ നമുക്ക് ഒരു ചെറിയ ഒരു കുട്ടിയിലിருந்து ഒരു aged people, a family should come and watch, and not an easy joke. Yes. You make a horror movie to people, to make people horrified and run out of the theatre. I mean, that much horrific scenes should be there, the sound effect. അങ്ങനെ ഇല്ലാത്ത ഒരു ഫിലിം, ഹൊറർ ഫിലിം ചെയ്യുന്നത് അത്ര ഈസി അല്ല. So both these people, as a producer and as a director, with this gentleman in the lead and this beautiful lady in the lead, and me being an an instant a stopgap player, like in the IPL you have, no? Yeah. What do you call it? Impact player. Impact player. Yeah, like common. No. Impact player. Impact No, player, when okay. like that, we play roles. Myself, Mota Rajendran, and the other Sudhir Karamana and everyone. So on the whole, വളരെ ഒരു സുഖമായിട്ട് ഇരിക്കുന്ന ഒരു ഫീൽ ഈ ഫിലിം. Robbins never made us feel like we are from other place. We were at home. And Manu, such a cool guy. അവിടെ നോക്കിയെങ്കിൽ ഹൊറർ ഫിലിം ചെയ്യുന്ന ഡയറക്ടർ പോലും മാനു അറിയാതെ. He looked so cool. So romantic. A silent killer. Romantic. Yeah, because So on the whole, it's nice. The feel is very good. Cool t-shirt. that's nice, huh? Yeah, thank you. Okay, ഷൈൻചേട്ടാ, മണിച്ചിത്രത്താഴും ലിസിയും ഭാർഗവി നിലയവും ഒക്കെ കണ്ട ലിസ. ലിസി അപ്പോഴും പെൺകുട്ടികളുടെ പേര് മുതൽ അതൊരു ജംഗ്ഷൻ. Lizzie is a dangerous name. Lizzie, you cannot take it. Yeah, Lisa is a horror movie. Yeah, Horror movie. In the other second part also came in Malayalam. വീണ്ടും ലിസ. അതെ. ലിസ ഭയങ്കര പേടിപ്പിക്കുന്ന പടമായിരുന്നു. അതെ, അതിൽ നിന്ന് 11 സ്റ്റെപ്സ് എന്ന് പറഞ്ഞൊരു പടം കണ്ടിട്ടുണ്ടോ? ഇല്ല, പണ്ടത്തെ ഒരു ഹോളിവുഡ് ഹൊറർ മൂവിയാ, ഭയങ്കര പേടിപ്പിക്കുന്ന. സോ എങ്ങനെയാണ് സ്പെഷ്യൽ ആവുന്നത് ശരിക്കും? സ്പെഷ്യൽ ആവുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യർ കുറച്ച് നാട്ടിൽ പോയിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കി കൊണ്ടുവരുന്ന കാശ് കൊണ്ട് അവർ മലയാളത്തിൽ പടം ചെയ്യാൻ വരിക എന്ന് പറയുന്നത് വളരെ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലത്തെ അത്ര നല്ല സുഖകരമായ ഒരു ജീവിതമല്ല ഈ പുറത്തു പോയിട്ട് ജീവിക്കുന്നവരുടെ. കാരണം എൻ്റെ പെങ്ങന്മാർ ഇപ്പം ന്യൂസിലൻഡിൽ ജീവിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അത്ര രസകരമൊന്നുമല്ല പുറത്തെ ജീവിതം, അല്ലേ? അമേരിക്ക എങ്ങനെയാണെന്ന് അറിയില്ല, കുറച്ചും കൂടി എൻ്റർടൈൻമെൻ്റ് ആയിരിക്കാം. പക്ഷേ ഇന്ത്യൻ്റെ അത്ര ബെസ്റ്റ് അല്ല വേറൊരു രാജ്യം. Definitely. ഇപ്പോൾ മൈ സിസ്റ്റേഴ്സ് ആർ ലിവിങ് ഇൻ ന്യൂസിലൻഡ്, ബട്ട് ദ kids are happy because they can get a lot of time to play. That education is not that much compel the schools, but facilities like our junctions are richer than New Zealand, Canada. അതൊക്കെ മോർ വില്ലേജസ് ആണ്. അത് നല്ലതാണ്, പക്ഷേ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും അവിടുത്തെ ജീവിതം ഷട്ട് ഡൗൺ ആവും. നൈറ്റ് ലൈഫ്
അല്ല ആണോ? ഇല്ല, there are some places where അങ്ങനൊന്നല്ല, ചുമ്മാ വിടുക, അങ്ങനൊന്നല്ല. ഇനി എന്നെ താത്വികമായിട്ടൊക്കെ അടിച്ചേക്കുവല്ലേ? കണ്ടിന്യൂ catch ചെയ്തില്ല. അല്ല അവര് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഭാര്യ വർക്കിന് പോകുമ്പോ ഹസ്ബൻഡ് വരും, ഹസ്ബൻഡ് വർക്കിന് പോകുമ്പോ ഷിഫ്റ്റ് ആണ് ഇവിടെ, മനസ്സിലായി? മണിക്കൂറിനാണ് കാശെങ്കിലും ഇവരെല്ലാവരും കൂടി കാണുന്ന ടൈം വളരെ കുറവാണ്. അതെ. അത് ഇവിടുന്ന് എസ്പെഷ്യലി ഇവിടുന്ന് പോകുന്ന അവിടെ സ്റ്റേറ്റിലേക്കും കൺട്രിയിലേക്കും പോകുന്ന ആൾക്കാരുടെ അത് വളരെ ആക്യുറേറ്റ് ആണ്. അവർക്ക് ഒരുമിച്ച് ഒരു ലൈഫ് ഇല്ല. സച്ച് ആൻ ആക്സിഡന്റ് അല്ലേ? ഷൈൻചേട്ടൻ എങ്ങനെയാ ഫോളോ ചെയ്യുന്നത്? അപ്പോഴും നീ ശ്രദ്ധിച്ചത് I think someone should say that. It's good, right? അത് അമേരിക്ക, അത് പറയണ്ടേ? This is Kerala. പൊന്നാനി പിന്നെ പോയിട്ട് വെച്ചി പറ. അതായത് കുട്ടികളും അച്ഛനും അമ്മയും തമ്മിൽ ഒരുമിച്ചുണ്ടാവുന്ന സമയം, അവർക്ക് ബർത്ത്ഡേസോ, പണ്ട് ദുബായിലായിരുന്ന സമയത്ത് അവർ ബർത്ത്ഡേ പിക്ചേഴ്സ് ഒക്കെ ഇട്ടിരുന്നു. പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പെങ്ങള് പഠിക്കാനായിട്ടാണ് അവർ പോണത്, അതിൻ്റെ കൂടെ വർക്കും, പഠിപ്പ് കഴിഞ്ഞ് വന്നാൽ വർക്ക് ചെയ്യണം. ഹസ്ബൻഡ് വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ വൈഫ് പോയിട്ടുണ്ടാവും, ഇവര് അല്ലെങ്കിൽ മക്കൾ സ്കൂളിൽ പോയിട്ടുണ്ടാവും. മക്കൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഹസ്ബൻഡ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ വൈഫ് ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ലൈഫാണ് കൂടുതലും എനിക്ക് തോന്നുന്നു ഈ ന്യൂസിലൻഡിലും ഇടയിലും. പിന്നെ not only New Zealand, most of the places outside. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള നമ്മൾ വിചാരിക്കും ഇപ്പൊ അമേരിക്കൻ ലൈഫിലൊക്കെ ഭയങ്കര ഈ കാണുന്ന പോലെ, സിനിമയിൽ കാണുന്ന പോലെ, ഹോളിവുഡ് മൂവീസിലെ പോലെ ഭയങ്കരമായിട്ട് അവരവിടെ അധ്വാനിച്ച് കാശ് ഉണ്ടാക്കിയിട്ട് തന്നെയാണ് വരുന്നത്. മണിക്കൂറിന് കാശ് കിട്ടുമെങ്കിലും മണിക്കൂറിന് പണിയെടുക്കാതെ ഇരുന്ന കാശ് കുറയും ചെയ്യും. അങ്ങനെ ഉണ്ടാക്കുന്ന ആളുകള് കേരളത്തിൽ വന്നിട്ട് പടം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയ്ക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല കാര്യം തന്നെയാണ്. അത് നമ്മളെ വിശ്വസിച്ച് വരുന്ന സമയത്ത് ആ പടം വിജയിക്കുകയോ വിജയിക്കില്ല എന്നുള്ളത് അറിയില്ല. ഒരു പടം ചെയ്യുന്നത് നമ്മൾ വിജയിക്കാൻ വേണ്ടിയിട്ടാണ്. അത് പിന്നെ റിലീസായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം. അപ്പോൾ എന്നെ സംബന്ധിച്ചൊരു പ്രൊഡ്യൂസർ എന്ന രീതിയിൽ ഈ നിമിഷം വരെ ഫുള്ളി പേ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്ഷനാണ് ഇവരുടെ. അത് ബാക്കി എല്ലാവർക്കും അങ്ങനെയായിരിക്കും. ഫുള്ളി പെയ്ഡ് ബിഫോർ ദ റിലീസ്. ഡാഡി പോലും പടം പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഫുള്ളി പെയ്ഡ് തന്നിട്ടില്ല. എന്റെ ഡാഡി അതന്നെ എനിക്കറിയാം. So comes to Diana. Welcome to the world of Malayalam cinema. Welcome to my world. Not my world. World of Malayalam cinema. So how much you are excited? കണ്ട എക്സൈറ്റ്മെന്റ് ആണ് ചോദിക്കുന്നത് അവിടെ. അതെ, ഒരു പുതിയ കാര്യം ചെയ്യല്ലേ? അല്ല, മലയാളത്തിൽ പറയാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് തന്നെയാ. അത് ഞാൻ നേരത്തെ അയ്യോ ഇത് കഴിഞ്ഞ മലയാളം പറഞ്ഞാൽ മതിയായിരുന്നു. പറഞ്ഞോ. അന്ന് ഇംഗ്ലീഷ് പറയാം. വേണ്ട, മലയാളത്തിൽ ഇവരുടെ ആക്സന്റ് ഭയങ്കര ആക്സന്റ് ആട്ടോ. അതെനിക്ക് കിട്ടൂല ചിലപ്പോ. ഓക്കെ കണ്ടാ പുള്ളിക്കാരൻ പറയുന്നത് ഞാൻ മലയാളം പറയുന്നത് ഇംഗ്ലീഷ് പോലെ തന്നെയാന്ന്. അതേപോലെ ഉണ്ട്. അത് ഭയങ്കര എക്സൈറ്റിംഗ് തന്നെ. ഞാനല്ല ഓനെ പറഞ്ഞു. ഓക്കെ, ഭയങ്കര എക്സൈറ്റിംഗ് തന്നെയാ. ഇവിടെ വന്നിട്ട് ചുമ്മാ ഒരു നോർമൽ കണ്ട ഇത്രയും മലയാളം കുട്ടി കൊച്ചിന് മലയാളം അറിയാം. Never mind. I'm only going to speak in English now. Forget it, no Malayalam. മലയാളം is good. Okay, I'll continue. കണ്ടിന്യൂ. തുടരും. ഓക്കെ, ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ ഒരു പടം എന്ന് പറയുമ്പോൾ ഒരു പഴയ രീതിയിലുള്ള പഴയ ഒരു കാലഘട്ടത്തിന്റെ ഹിസ്റ്റോറിക്കൽ സെറ്റിങ്ങും കൂടി ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട്. ഈ നാട്ടിലത്തെ മാത്രമായി നല്ല രസമുണ്ടല്ലേ? കേൾക്കാൻ നല്ല രസമുണ്ട്. കണ്ട ഞാൻ പറഞ്ഞില്ലേ. But anyways, back to the Protector. Yes. കൊച്ചിത്ര വലുപ്പുണ്ട്. ഷൈൻചേട്ടൻ അടുത്തിന്റെ കുഞ്ഞിനെ കൊണ്ടുവരാൻ ശ്രമിക്കാം. എന്തിന്? ചോയ്സ് സ്കൂളിൽ പഠിപ്പിക്കാനാ? അല്ലല്ലോ, ചോയ്സ് എന്ന് പറഞ്ഞ Keep ആരാ രാജന്റെ പേരെന്തോ പറഞ്ഞിട്ട് എനിക്കറിയില്ല. അത് ഏതോ
ഓക്കെ, ഒരു ഹിസ്റ്റോറിക്കൽ സെറ്റിങ്ങും പഴയ രീതിയിലത്തെ ഒരു ട്രഡീഷണൽ കേരളത്തിന്റെ ഒരു കൾച്ചറും അതിൻ്റെതായ ഒരു ഇതുണ്ട്. അതിന് മുഴുവൻ നീ ഇല്ലാതെയാക്കരുത്. ഇതൊരു അമേരിക്കൻ മൂവി ഒന്നുമല്ല, അമേരിക്കക്കാർ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണെങ്കിൽ പോലും ഈ നാട്ടിലത്തെ ഒരു കഥയാണ്. ഈ നാട്ടിലത്തെ ഇല്ലത്തെ ഒരു മനയിലത്തെ നടക്കുന്ന കഥകളാണ്. എന്താ മനസ്സിലായ? എനിക്ക് മനസ്സിലായി. ഇത് അമേരിക്ക എനിക്ക് മനസ്സിലായി. ഞാൻ മലയാളത്തിൽ പറഞ്ഞത്. കുറച്ചും കൂടി മെല്ലെ പറഞ്ഞു കൊടുക്കും. അല്ല, എനിക്ക് ക്ലിയർ ആണ്. നമുക്ക് ചെറിയ ഫൺ ക്വസ്റ്റ്യൻസ് അപ്പൊ ഇതൊക്കെ പിന്നെന്തായിരുന്നു? ഇത് ഫൺ ആക്കിയതല്ലേ. യു മേഡ് ഇറ്റ് ഫൺ. Okay, fun questions he is asking. Going to ask. Okay. If you are stuck in a fire accident, which superhero do you ഇത് want ആരോടാ? to ഇത് come protect എന്നോടാ? you? എല്ലാവരും ഇംഗ്ലീഷിലാ? ഓക്കെ. ഒരു ഫയർ ആക്സിഡന്റിൽ പെട്ടുപോയാല് ഒരു സൂപ്പർ ഫയർ ഹീറോ, ആക്സിഡന്റ് എന്ന് പറയുമ്പോൾ ഐ മീൻ സംതിങ് ലൈക്ക് ഫയർ ഉള്ള You're ആക്സിഡന്റ്. caught in a fire. Okay, yeah, okay, that's okay, okay. ഈ ലവ് ഈസ് എ ഫയർ എന്ന് പറയും, അതാണോ? ആ ഫയർ അല്ല. ഒറ്റ വിചാരമുള്ളൂ. അല്ല, നീ ആയതുകൊണ്ടാണ് ഞാൻ ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഫയർ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു സൂപ്പർ ഹീറോ ഒന്ന് രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഏത് സൂപ്പർ ഹീറോയെ പ്രിഫർ ചെയ്യും? ഞാൻ ഫയർ എഞ്ചിനീയർ. അതെ, അതാണ് കറക്റ്റ്. ഫയർമാൻ 911. Oh, വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഫാന്റസി ആസ് വെൽ. അവിടെ ഫയർ എഞ്ചിൻ നമ്പർ 911. ഇവിടെ 101. We have Spider-Man, Superman, Batman and all the other mans. മിന്നൽ മുരളി. മിന്നൽ മുരളി. Wow. അത് മിന്നൽ മുരളി. Yeah, that wow. I said wow. അതാണ് കറക്റ്റ്. Correct Correct അല്ല, അല്ല. ഇത് fun ഓ, question. ഓക്കെ. Ah. അപ്പൊ കിട്ടി. ഇപ്പൊ ടെക്നിക്ക് അമേരിക്ക പറഞ്ഞൊക്കെ കറക്റ്റ്. So what is your suggestion? Hrithik Roshan? In Krish? Krish? Yeah. Obviously. When you Yeah, talk about a superhero and a fire, it's Hrithik Roshan. അക്വാമാൻ. Aquaman. Sir? സി ആക്ച്വലി അക്കോർഡിംഗ് ടു മീ നമ്മൾ ഒരു ഫ്യൂ ഹീറോസ് ആ ദയർ. നമ്മളൊരു സ്പെസിഫിക് ഒരാളെ രക്ഷപ്പെടുത്തുന്ന രീതിയെ പറ്റി ചിന്തിക്കത്തില്ല. Favorite ആയിട്ടുള്ള? ഫേവറേറ്റ്, അങ്ങനെ ഒരു ഫേവറേറ്റ് ഞാൻ ഇത് ആരിലും Manu, this is fun. മേ ബി ആർട്ടിസ്റ്റ് ഓൾമോസ്റ്റ് ഓൾ ദ റെപ്യൂട്ടഡ് ആർട്ടിസ്റ്റ് ആർ ഹാവിംഗ് ദെയർ ഓൺ caliber to deliver. But the Spider-Man car, I prefer Superman car, them all to be rescued from Yes. He That's wants a good to- answer. Yes. Kya bola? All of them in a that. All group. of them must be rescued from that fire. ഞാൻ എന്താണ് അക്വാമാൻ എന്ന് All the പറഞ്ഞത്? superheroes. Instead of വാട്ടർ ആണല്ലോ. Superheroes are in the fire. No, all the superheroes must be rescued from the fire. Almost all must be rescued from But Wait, the Superman, superhero- because what happens wants to Superman? No, save. Supermanന്റെ തുണിയൊക്കെ കത്തിപ്പോവും. What I പിന്നെ prefer is പറക്കാൻ that പറ്റൂല. I prefer to call the fire service then to rescue all of them. സ്പൈഡർമാന്റെയും തുണി കത്താൻ ചാൻസ് ഉണ്ട്. Wait, superheroes ഫയർ ആവുമ്പോ നമ്മൾ പോയി റെസ്ക്യൂ ചെയ്യുന്നതാണോ? നമ്മൾ ഫയർ ആകുമ്പോ Whom you prefer to rescue from Which that Superman? fire? Which Superman? Hero. Which Superhero. hero? Heroes. Okay, okay. Yeah. Okay. Next question. എല്ലാരും കൂടിയിട്ടുള്ളതാണ്. It's a general. അപ്പൊ ഇംഗ്ലീഷിൽ ചോദിച്ചോളൂ. അത് വേണം. ഓക്കെ, ലൈഫിലെ എല്ലാ കാലവും നിങ്ങൾ അതാണ് ഇംഗ്ലീഷ്. അങ്ങനെ പറഞ്ഞിട്ട് ഇംഗ്ലീഷ് പറഞ്ഞ രണ്ടും ആക്കാം. ലൈഫിലെ എല്ലാ കാലവും നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷനായി നിങ്ങളുടെ ഒപ്പം ഉണ്ടാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാൾ. അത് You ലൈഫിന്റെ believe അവസാനം പറയാൻ that പറ്റുള്ളൂ. someone will be there always whenever you are in trouble. അല്ലേ? For now. ലൈഫിന്റെ അവസാനം അല്ല അത് പറയാൻ പറ്റുള്ളൂ. അല്ല, എന്നാലും your belief. What is your belief that someone will be always with you whenever you are in trouble? The someone who with us. So do you have any specific answer, Mr. Shine Tom Chan? എൻ്റെ ജീവിതത്തില് എനിക്ക് നല്ല സന്തോഷമുള്ള സമയങ്ങളും ക്ലബിങ്ങും പബ്ബിങ്ങും അല്ലെങ്കിൽ പാർട്ടിയും സമയത്തൊക്കെ ഉണ്ടാകുന്നവർ എല്ലാ സമയത്തും ഉണ്ടാവില്ല. ആ സമയം കഴിഞ്ഞ് പോകും. ഈ ഓട്ടവും ചാട്ടവും കഴിഞ്ഞ് സ്റ്റേഷനും എക്സസൈസും ഒക്കെ ഉള്ള സമയത്ത് ഡാഡിയും മമ്മിയും ഉണ്ടാവാറുള്ളൂ. അപ്പം എൻ്റെ ഡാഡിയും മമ്മിയും എൻ്റെ അനിയനും അനിയത്തിമാരും ഫാമിലി ലൈക്ക് എല്ലാ ബന്ധുക്കളും പറയാം. അവരെപ്പോഴും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ ചെറുപ്പം മുതൽ കാണുന്ന കുട്ടികളല്ലേ സിസ്റ്റേഴ്സും അവരെല്ലാവരും ഒരുമിച്ചുണ്ടാവില്ല. പക്ഷെ അവരാണ് ഈ സമയങ്ങളിൽ കൂടുതലായിട്ടും നമ്മൾക്ക് സ്ട്രെങ്ത് ചെയ്യുന്നത്. കാരണം നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുന്ന സമയത്ത് ഓട്ടെ അല്ലെങ്കിൽ അവരോടി സ്റ്റേഷനിലേക്ക് വരിക. എനിക്ക് ചീഫ് മിനിസ്റ്ററിനെ പരിചയമുള്ള എൻ്റെ കൂട്ടുകാരുണ്ട്, പ്രൈം മിനിസ്റ്ററിനെ പരിചയമുള്ള എൻ്റെ കൂട്ടുകാരുണ്ട്. ഇവരൊന്നും ഞാൻ കണ്ടിട്ടില്ല ഈ സമയത്ത്. മനസ്സിലായ?
ഡാഡിയും മമ്മി അനിയനുമാണ് അധികവും എൻ്റെ കൂടെ വരുന്നതും അവരുടെ ഇന്റർവ്യൂസും എടുത്തിരുന്നത് കാണാമല്ലോ. അവരാണ് ഇപ്പോഴും കാണാമല്ലോ എൻ്റെ കൂടെ, എന്നെ പ്രൊട്ടക്ട് ചെയ്ത് എൻ്റെ കൂടെ ഉണ്ടാവുന്നു. ഇപ്പോഴും ഡാഡി ഉണ്ടായിരുന്നു ഇവിടെ. ഷൈൻ്റെ ശരിക്കും ഞാൻ ഇതിൻ്റെ കൂടെ അഡോൺ ചെയ്ത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഷൈജറിനെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷം നമുക്ക് തോന്നുന്നുണ്ട്. വേറെ ഒന്നുമില്ല, ഷൈജറിന് ഒരുപാട് മാറി. പെൺകുട്ടിയോടെ ലുക്ക് എന്തെങ്കിലും ഉണ്ടോ? സീരിയസ്ലി ഞാൻ പറയാം, ഒരുപാട് do the habits like that. I'm not നിങ്ങളെ തള്ളി പറയുന്നതല്ല. I stopped it. So what is your suggestion to those who അത് ഓരോരുത്തർക്കും ഓരോ സമയമല്ലേ. നമ്മൾ ഒരു സാധനം ഉപയോഗിക്കാത്തതുകൊണ്ട് ഉപയോഗിക്കുന്നവരെ കുറ്റം പറയാൻ പാടില്ല, മനസ്സിലായ? അല്ലാതെ അവരെ എക്സ്ട്രീം അവർ നശിപ്പിക്കുമെങ്കിൽ അറ്റ്ലീസ്റ്റ് വി ഷുഡ് റൈസ് എ വോയിസ്. ലോകത്ത് ആളുകൾ നശിക്കുന്നത് ഒരിക്കലും ശീലങ്ങൾ കൊണ്ടല്ല, മരിക്കുന്നതും അതുകൊണ്ടല്ല. മരിക്കുന്നതിന് ഒരൊറ്റ കാരണമുള്ളൂ, ജനിച്ചതുകൊണ്ട്. ജനിച്ചില്ലായിരുന്നെങ്കിൽ മരിക്കില്ലായിരുന്നു. ഇനി നീ എന്തൊക്കെ നല്ല ശീലങ്ങളിലൂടെ നടന്നാലും മരിക്കണം. ഇനി എന്തൊക്കെ മോശം ശീലങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അയാൾ 100 വയസ്സും 150 വർഷവും ജീവിക്കും. അതുകൊണ്ടൊന്നും നമ്മൾ ഒരാളെയും കുറ്റപ്പെടുത്താൻ പാടില്ല. അതാണ് ചെയ്യേണ്ടത്, മനസ്സിലായ? പക്ഷെ അവരെ നന്നാക്കാൻ, അവരെ നന്നാക്കാൻ ആദ്യം നമ്മൾ നന്നാവുക എന്നുള്ളത്. ശരി. ഓക്കെ സാറിന് അങ്ങനെ ഒരു എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു റിയൽ പ്രൊട്ടക്ടർ ഹ്യൂമൻ ബീങ്സ് അല്ല ഞാൻ കാണുന്നത്. ഗോഡ് ഈസ് മൈ പ്രൊട്ടക്ടർ. ഓക്കെ. അമേരിക്കൻ ഗോഡ്സ് ഒക്കെ ഉണ്ടോ? I just really want to hear from you. No, it changes from as you see, when you're children, your parents are your protector, and after you become, after you marry, your wife is your protector, and later probably your children. But right throughout, it's your very close friends, even if it is one or two, if they are alive, at the age where you also become so old and they are also there. And in the end, ഇതെല്ലാം വിട്ട് നമുക്ക് രണ്ട് വിഷയമുണ്ട്. ഒന്ന് നമ്മളുடைய സെൽഫ് കോൺഫിഡൻസ്, ആൻഡ് ദർ ഈസ് സംതിങ് ദെയർ ഓൺ ടോപ്പ് വിച്ച് ടേക്സ് കെയർ ഓഫ് യു, നേച്ചർ. These things are the protectors. I mean, like this nature we call God. You call it God or whatever. I mean, some people call science. Yeah. Whatever it is. I really want to hear from you. No, it changes from as you see, when you're children, your parents are your protector, and after you become, after you marry, your wife is your protector, and later probably your children. But right throughout, it's your very close friends, even if it is one or two, if they are alive, at the age where you also become so old and they are also there. And in the end, ഇതെല്ലാം വിട്ട് നമുക്ക് രണ്ട് വിഷയമുണ്ട്. ഒന്ന് നമ്മളുடைய സെൽഫ് കോൺഫിഡൻസ്, ആൻഡ് ദർ ഈസ് സംതിങ് ദെയർ ഓൺ ടോപ്പ് വിച്ച് ടേക്സ് കെയർ ഓഫ് യു, നേച്ചർ. These things are the protectors. I mean, like this nature we call God. You call it God or whatever. I mean, some people call science. Yeah. Whatever it Yeah, like maybe creator. See, last we are going there to give the protection, to get the protection. Yes. So I just want to ask these two guys about the cinema. Like if you're acting and you see a person or an actor, his performance is outstanding, and you were saying that you were seeing that these guys have done a great job, and who is that guy? Who is that actor? അങ്ങനെ തോന്നിയ ഒരു ആക്ടർ ഉണ്ടോ? ഒരു പെർഫോമൻസ് നേരെ കണ്ടിട്ട് വണ്ടർ ആയി പോയ സച്ച് ആൻ ആക്ടിങ് ഡിസീസ് എന്ന് ഞാൻ മൂവിയിൽ അഭിനയിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ അങ്ങനെ വണ്ടർ ആയിട്ടുണ്ട്. കമൽ സാറിന് ഒപ്പം ഉണ്ടായിരുന്ന സമയത്ത് അല്ല, ഞാൻ ചെറുപ്പം മുതൽ പടം കാണുന്ന സമയത്ത് അഭിനയിക്കാൻ തുടങ്ങിയതിന് ശേഷം നമ്മളങ്ങനെ വണ്ടർ ചെയ്തിട്ട് നിൽക്കാൻ പറ്റില്ല, മനസ്സിലായ? ആ മാജിക് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. മാജിക്കിന്റെ ആ ട്രിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ മാജിക് അല്ലാതെയായി മാറില്ല. അതുകൊണ്ട് പെർഫോമൻസിന് നമ്മൾ വാല്യൂ കുറച്ച് കാണുക അല്ലെങ്കിൽ അങ്ങനെ പറയുന്നതല്ല, നമ്മൾ എന്ന് പറഞ്ഞിട്ടല്ല, അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യണ സമയത്ത്. അതുകൊണ്ട് തന്നെ ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന ഒരു സാധനം.
ആക്ച്വലി ഒരു ഹ്യൂമൻ ബീയിങ് വേറൊരാൾ നന്നായി പെർഫോം ചെയ്യണം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ചെറിയ അസൂയ വരും. അസൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഉപദ്രവിക്കാനുള്ളതല്ല. അയാൾക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടി, അയാൾ നന്നായി ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ മൈൻഡിൽ നിന്നുണ്ടാവണ ഒരു സെൽഫിഷ്. അങ്ങനെ തോന്നിയ ഒരാളാരാണ് ചേട്ടാ? I saw the actor ഫഹദ് ചാപ്പാക്കുരിശിൽ പെർഫോം ചെയ്യാൻ കണ്ടിട്ട് അന്ന് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. അവിടെ നിന്ന് തന്നെയാണ് എനിക്ക് കോൺഫിഡൻസും ഉണ്ടാവുന്നത്. ലൈക്ക് അതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെയോ ബോഡി വേണം ആക്ടർ ആവാണെന്നാണ്. ഫഹദ് ഈസ് ലുക്ക് ലൈക്ക് മീ ഓർ നമ്മുടെ സാധാരണ ഒരു പയ്യനെ പോലെ അവൻ നിന്ന് ലൊക്കേഷനിൽ പെർഫോം ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ആയി. ഇത് എന്നെ കൊണ്ട് പറ്റും എന്നുള്ളതല്ല, ആ ബോഡി വേണ്ട, നിനക്ക് നിന്റെ ബോഡിയാണ്, നീ നിന്റെ രീതിയിലാണ് പെർഫോം ചെയ്യേണ്ടത്. അതുവരെ ഞാൻ വിചാരിച്ചത് മോഹൻലാലിനെ പോലെ അഭിനയിക്കണം, മമ്മൂട്ടീനെ പോലെ അഭിനയിക്കണം, ദാറ്റ് ഈസ് ആക്ടിങ് എന്നാ വിചാരിച്ചത്. പക്ഷെ ഫഹദിന്റെ പെർഫോമൻസ് ഞാൻ ലൊക്കേഷനിൽ നേരിട്ട് കണ്ടപ്പോ നീ എങ്ങനെയാണോ നീ അതേപോലെയാണ് ആൾക്കാരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യേണ്ടത്. അതാണ് ആൾക്കാർക്ക് കാണേണ്ടത്, അതായിരിക്കും യൂണീക്ക്. അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുകയാണ് ചെയ്തത്. Okay. How about you, sir? Yeah, I mean, I can You say have a lot acted of, with many stars. as I told, I think in one of the interviews, there are these 6-7 people, no? Laletan, I have seen him perform in the movies. Kamal sir in Vasool Raja. Work with Kamal Hassan. And Mammootty sir. And then Rajni sir, of course, I never worked with him. So, they are all a phenomena. I mean, like, it happens once in a lifetime. People like them come and they perform and go where you are awestruck. പക്ഷേ ആസ് ഹി സെഡ് ഫഹദ് എനിക്ക് ഈ ചെറിയ പ്രായം തൊട്ട് എനിക്ക് അറിയോ എന്തെങ്കിൽ ആലപ്പിയിൽ ആ കാതലുക്ക് മര്യാദ ചെയ്യുമ്പോൾ ഫഹദ് he used to come to the Vijay movie. Vijay movie. Anith Bravan. So he wanted to make it into films. I think his first film didn't do well. Not well. He not interested, I think. Yeah, Kayyathum Durath. And Fazil sir used to say, I told him like, you know, you go do something outside, and he went abroad. To America, I think Lee Strasberg University or something. America. Yeah. And then there was a big gap, and then I see him in Bangalore Days. Bangalore Days. Chapa Kursi you did in what? Chapa Kursi. No, the first one I saw Fahad Fazil was Bangalore Days. After that, I saw Chapa Kursi. I said, damn it, this fellow was in that movie. And then immediately I had a chance of working with him in North 24 Kadam. 24 Kadam. That OCD syndrome. OCD, yes. First time that type of characters are entering the cinema. Okay. Alzheimer's and dementia kind of characters were there pandutoti irundu. Pakshe ee OCD. Alzheimer's is there in Tanmatra and Laletan did. Before that? Yeah. Oh, okay. I don't know the names, but these are all general terms. General. ഒരു പബ്ലിക് തെരിയുന്ന ഒരു ഡിമെൻഷ്യ എങ്കിൽ അറിയും, അൽസൈമേഴ്സ് എന്തായാലും അറിയും. പക്ഷെ OCD എന്താ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. That is hit after that movie. After that only. And the way he performed. Correct OCD like. Oh my God. ഡയാന, ഇപ്പോ അമേരിക്കയിൽ ജനിച്ചു വളർന്ന കുട്ടിക്ക് എത്ര ബോൺ ഹിയർ ആൻഡ് ബ്രോട്ട് അപ്പ് ദേർ. ഓക്കെ, സോ അങ്ങനെ വളർന്നൊരു കുട്ടിക്ക് എത്രത്തോളം ഡിഫിക്കൽട്ട് ആയിരുന്നു ഈ ഒരു ക്യാരക്ടർ പുൾ ഓഫ് ചെയ്യാൻ? ക്യാരക്ടർ എന്ന് പറയുമ്പം ഈ ഡയലോഗിന്റെ ആയിരുന്നു ആദ്യത്തെ പ്രശ്നം എന്ന് പറയുമ്പം ഈ നോർമൽ ഇപ്പോഴത്തെ ഒക്കെ സംസാരിക്കുന്ന ഇംഗ്ലീഷ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ഇതൊരു ഗ്രാമീണമായിട്ട് ഇല്ലത്തെ ഒരു ഹിസ്റ്റോറിക്കൽ സെറ്റിംഗ് ഉള്ളതായതുകൊണ്ട് എന്താ പറഞ്ഞ അച്ചടി ഭാഷയോ അച്ചടി ഭാഷ പോലത്തെ ഒരു ഭയങ്കര ഒരു വളരെ പഴയ ഒരു സ്റ്റൈൽ മലയാളവും ഈ ആയുർവേദം പഠിക്കുന്ന ഒരു കുട്ടിയാണ് എന്റെ ക്യാരക്ടർ. അതുകൊണ്ട് പാർശ്വഫലങ്ങളൊന്നും വരില്ലല്ലോ അങ്ങനെയൊക്കെ വാക്ക് പോലും എനിക്ക് മനസ്സിലാവില്ലാത്തതുകൊണ്ട്. പ്ലസ് ആക്ച്വലി ദ ഫസ്റ്റ് വീക്ക് ഞാൻ തുടങ്ങിയപ്പം ആരും അറിഞ്ഞില്ല എനിക്ക് വായിക്കാനും എഴുതാനും അറിയത്തുമില്ല. അങ്ങനെ വലിയ അമ്മയ്ക്കും ഡാഡിക്കും മമ്മിക്കും ഒന്നും അറിയില്ലേ? അവർക്കറിയാം, എനിക്കറിയില്ല. പക്ഷേ അല്ലെന്നേ അറിയാം, മനസ്സാറിന് അറിയായിരുന്നു. പക്ഷെ ഓൺ ദ സെറ്റ് ഇങ്ങനെ ഞാനിപ്പം പച്ച മലയാളം പോലെ ഇങ്ങനെ പറയുന്നതുകൊണ്ട് ആരും അതുകൊണ്ട് എന്റെ കയ്യിൽ ഇങ്ങനത്തെ മലയാളത്തിൽ എഴുതിയ സാധനമൊക്കെ കൊണ്ട് തരുമ്പോ ഞാൻ എന്റെ മമ്മിയോട് ചോദിക്കും, മമ്മിക്ക് അറിയോ?
അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഡിഫിക്കൽട്ടി വന്നേ ഉള്ളൂ. പക്ഷെ അത് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ എന്നിട്ട് ഇപ്പൊ എഴുതാൻ പഠിച്ചോ? എനിക്ക് പഠിച്ചൊന്നുമില്ല. ഞാൻ പറയുന്നത് ഡയറക്ടറിന്റെ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു അത് മലയാളത്തിന്റെ മീനിങ് ഓഫ് ഇംഗ്ലീഷിൽ തന്നെ നറേറ്റ് ചെയ്ത് കൊടുക്കും. ഇംഗ്ലീഷിൽ തന്നെ നറേറ്റ് ചെയ്ത് തരും. പക്ഷെ ഓൾറെഡി എന്നിട്ട് എല്ലാവരോടും പറഞ്ഞു അത് ഇങ്ങനത്തെ കംപ്ലീറ്റ്ലി ഫ്ലുവന്റ് അല്ല. പ്ലസ് ഈ കംപ്ലീറ്റ്ലി ഫ്ലുവന്റ്. സോ ഈ ടെക്നിക്കൽ ടേംസ് ഒക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ഈ ഇൻഡസ്ട്രിയുടെ സ്പെസിഫിക് ആയിട്ടുള്ള ആ സിനിമ ജാർഗന് അതൊക്കെ ഇങ്ങനെ ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് ആയിട്ട് നോർമൽ പീപ്പിളിന് മനസ്സിലാവില്ലല്ലോ. അതൊരു സിനിമ കണ്ടാലും ഈ ബിഹൈൻഡ് ദ സീൻസിന്റെ ഇൻഫർമേഷൻ ഒന്നും അത്രയും അവൈലബിൾ ആയിട്ട് യൂട്യൂബിലാണെങ്കിൽ അതില്ല. അതുകൊണ്ട് ആ സിനിമ സെറ്റിൽ ഉപയോഗിക്കുന്ന ആ കൾച്ചറും അതുകൊണ്ട് ആരും അറിഞ്ഞില്ല. എനിക്ക് അങ്ങനെ അത്രയും മൊത്തം അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ല. പിന്നെ ഒരു ഈ മെറ്റഫോഴ്സും ഒക്കെ ഓൺ ദ സ്പോട്ട് ചേഞ്ചസ് വരുമ്പോൾ എനിക്ക് മെറ്റഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു എക്സാമ്പിൾ ഉദാഹരണമായിട്ട് ഇങ്ങനെ ഉപയോഗിക്കുന്ന ഒരു കമ്പാരിസൺ മേക്ക് ചെയ്യുന്നത്. സോ ലൈക്ക് ആക്ച്വൽ ഇംഗ്ലീഷ് വേർഡ് metaphor. Oh, okay. Literary device. Literary device. ആക്സന്റ് ചിലപ്പോൾ കിട്ടാതായിരിക്കും. Okay, okay. Metaphor. Okay. ഓക്കെ അത് സോ എക്സാക്ട് വേർഡിങ് ഞാൻ എന്താന്ന് ഓർക്കുന്നില്ല. മൊയല് ചക്ക വീണാൽ മൊയല് ചത്തെന്ന് വരില്ല. സോ ലൈക്ക് അതെന്റെ കയ്യില് ആദ്യം എന്റെ എഴുതി തന്നു. അതെനിക്ക് എന്നാന്നറിയില്ല. അതുകൊണ്ട് ചക്ക എന്നാന്നറിയാം, മൊയൽ എന്നാന്നറിയാം, അതിന്റെ ബന്ധം മൊയല് ചത്ത് അതിനെന്താന്ന് ഞാനടുത്ത് ചക്കയും എന്താണ് പറയാ? എന്താണ് അതിന് പറയാ ഇംഗ്ലീഷിലെ? Proverbs എന്നാണോ? Proverbs ആണോ? It's kind of proverb. Proverb അതന്നെ. Saying. Yeah, it's Old a- saying. yeah. Old saying. ചൊല്ല് പഴഞ്ചൊല്ല്. പട്ടിയുടെ വാല് എത്ര കാലം ഇട്ടാലും കുഴലിലിട്ടാലും മാറില്ല. അങ്ങനത്തെ ഒരു saying. അത് എന്നെ ഉദ്ദേശിച്ചിട്ടല്ലോ. അല്ല സ്വന്തം പറഞ്ഞതല്ലേ. അത് നമുക്ക് രണ്ടുപേർക്കുള്ളതാണോ? എന്നെയും കൂടെ പിടിച്ചു കേൾക്കുമ്പോ അങ്ങനെ തോന്നിയെങ്കിലും മേ ബി എനിക്ക് തോന്നി. സ്വയം തോന്നിയെങ്കിലും. അയ്യോ ഞാൻ ഓക്കെ, അപ്പൊ അതായിരുന്നു കഥ. കഥ അതല്ല, കഥ അതല്ല, കഥ പറയാൻ പക്ഷെ അത് കഴിഞ്ഞിട്ട് പക്ഷെ ഞാൻ വന്നപ്പോഴേക്കും ഒക്കെ ഫ്ലുവന്റ് ആയിരുന്നു. ഫ്ലുവന്റ് ഒന്നും അല്ല. പക്ഷെ ഈ സെറ്റില് അങ്ങനെ ഇപ്പം പച്ച പറയാൻ പറഞ്ഞാല് എനിക്ക് പറ്റില്ല. എനിക്ക് മാംഗ്ലീഷ് കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് അറിയില്ലാത്ത വാക്കുകൾ മാംഗ്ലീഷ് അറിയില്ല ഇവിടെ. മാംഗ്ലീഷ് ആണ് എനിക്ക് വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. എഴുത്തുമ്പോ നിങ്ങളൊക്കെ പക്ഷെ മെസ്സേജ് അയക്കുന്നത് മാംഗ്ലീഷ് ആയിരിക്കും. അതെങ്ങനെ അറിയാം? ഞാൻ എന്നോട് ചിലര് പറഞ്ഞു കവിത പാടി കൊടുത്ത അപ്പോൾ എന്താ പറയുക, ജൂൺ 13 പ്രൊട്ടക്ടർ വരികയാണ്. ഒരുപാട് സന്തോഷം. കുറഞ്ഞ സമയം കൂടുതൽ കാര്യങ്ങൾ കേട്ടു. ഇനിയും ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ലിമിറ്റഡ് ടൈമാണ്. എനിവേ പ്രൊട്ടക്ടർ ഒരു വലിയ വിജയമാവട്ടെ സർ. എല്ലാവിധ ആശംസകളും. സർ, ഐ എം വെരി ഗ്ലാഡ് ടു മീറ്റ് യു സർ അഗൈൻ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് അഗൈൻ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ആൻഡ് ഷൈൻചേട്ടാ പറഞ്ഞ പോലെ തന്നെ ഇനിയും നമുക്ക് ഒരുപാട് ഇരിക്കാൻ സാധിക്കട്ടെ. ഒരുപാട് നല്ല സിനിമകളെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് തരിക, ഞങ്ങളെ എൻഗേജ് ചെയ്യുക, സന്തോഷിപ്പിക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക്സ്.